അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, സഞ്ചാരി മാതാവേ, അമ്മയുടെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. 12 ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ആൾത്തരയിൽ ആദ്യമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് ക്ഷമിക്കണം, മാപ്പ് തരണം, എനിക്ക് താമസിച്ചതിന്. എൻ്റെ പേര് ആനന്ദവല്ലി. ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്കവിടെ ബിസിനസ്സാണ്. പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യമാണ് ഉണ്ടാക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആദ്യമായിട്ട് വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. 2019 ഏപ്രിൽ മാസം 17-ാം തീയതി വന്ന് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി നിബന്ധനകളെല്ലാം നല്ലതുപോലെ പാലിച്ച് മുമ്പോട്ട് പോയി. ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിൽ പോയി. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഹൈന്ദവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് സിസ്റ്റർ പറഞ്ഞു. അത് കാരണം ഉടമ്പടി പുതുക്കാതെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ ഉടനെ കോവിഡ് വന്ന് കമ്പനികൾക്കുമൊക്കെ വലിയ പ്രശ്നങ്ങളായി. 3 മാസത്തോളം കമ്പനിയെല്ലാം അടച്ചിടേണ്ടി വന്നു, ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം. എന്നിട്ടും ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ സാലറി കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. ഇത്രയും മാസങ്ങളോളം നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അത് 2018-ലോ 17-ലോ എന്ന് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ബിസിനസ്സ്മാൻ എന്നുള്ള അവാർഡ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടി. ഡൽഹിയിൽ പോയി ഞങ്ങളത് വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കമ്പനി നല്ലതുപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നിർഭാഗ്യവശാൽ എൻ്റെ ഹസ്ബൻഡിന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഞാനും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ. പിന്നെ അവനും ഞങ്ങളുടെ ജോയിൻറ്റ് ഫാമിലിയിലാണ്, ജോയിൻറ്റ് ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോനും ഇത്ര വലിയ അതിനെപ്പറ്റിയുള്ള ഇതില്ലായിരുന്നു. ഞാനും മോനും കമ്പനിയിലിരുന്നുള്ള ജോലിയും ഹസ്ബൻഡ് വെളിയിൽ പോയി ടെക്നിക്കലും അങ്ങനെയുള്ള ഓർഡർ പിടിക്കുകയും അതൊക്കെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി, അതായിരുന്നു. പക്ഷേ ഈ കാര്യത്താൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതിനാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. പോരായിട്ട് കോവിഡ്, കമ്പനി അടച്ചിട്ടു, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. നല്ലൊരു എമൗണ്ട് എൻ്റെ ഹസ്ബൻഡിന് കിട്ടാനുള്ള പല കമ്പനികളിൽ നിന്ന്. പക്ഷേ 2-3 കമ്പനികളൊക്കെ അടച്ചിടേണ്ടി വന്നത് കാരണം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കമ്പനി, ഗുജറാത്തിൽ തന്നെ ഉള്ള കമ്പനിയിൽ ഒരു നല്ല എമൗണ്ട് അവർ തരാനുണ്ട്. ഞാനും മോനും പല പ്രാവശ്യം കയറി ഇറങ്ങി, പക്ഷേ ഞങ്ങൾക്കത് തന്നില്ല ആരും. അപ്പം എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, മമ്മി ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല, നമ്മളത് മറന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ ഉടമ്പടി വസ്തുക്കളുമൊക്കെ എടുത്ത് ആ കമ്പനിയിൽ പോയിട്ട് ഞങ്ങളെ കാണുമ്പോഴേ ഗേറ്റിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഇന്ന ആൾ വരുന്നുണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞേക്കണമെന്ന് അവർ പറയും. പക്ഷേ ആ ദിവസം അവിടുത്തെ സ്റ്റാഫിനെ കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓണർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി ഓണറിനെ കണ്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എനിക്ക് കിട്ടാനുള്ളതിൻ്റെ പകുതി രൂപ ചെക്കായിട്ട് എനിക്ക് തരികയും ചെയ്തു. അമ്മയും ഈശോയും മേടിച്ചു തന്നതാണിത്, അല്ലാതെ ഞങ്ങൾക്കത് കിട്ടാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെയാണ് കമ്പനിയിലെ കാര്യങ്ങൾ, ഇതൊക്കെയാണ്. പിന്നെ കമ്പനിയിലെ സ്റ്റാഫുകൾ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഒത്തിരി ദ്രോഹങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ചെയ്തു. അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്ന് കമ്പനിയിലെ ഓർഡറുകളൊക്കെ വാങ്ങിച്ച് പ്രത്യേകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് കമ്പനിയിൽ ഓർഡർ കിട്ടാതായി. പക്ഷേ ഈശോയും അമ്മയും ഞാൻ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു. അമ്മയെ ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ, എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുപോലെ തന്നെ എല്ലാ ഓർഡറുകളും ഞങ്ങൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ചില ഓർഡറുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി, ചിലതൊക്കെ മറ്റുള്ളവരെ തട്ടിക്കൊണ്ടുപോയെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അമ്മ തരുന്നു. ഇപ്പോഴും ഓർഡറുകൾ കിട്ടുന്നുണ്ട്. എൻ്റെ മോനാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. 3 മാസം കൂടുമ്പം ഞാനിവിടെ വരും ഉടമ്പടി പുതുക്കാൻ. ആ കൂട്ടത്തിൽ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോകും. ഇപ്പം 2 ദിവസത്തേക്കും ഗുജറാത്തിലോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഹസ്ബൻഡാണേ നല്ലൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ആരുടെയും ദുഃഖം താങ്ങാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഗുജറാത്തിലുള്ള ഒരു ഫാമിലിയുടെ ഒരു കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണം ഭംഗിയായി നടത്തി കൊടുത്തു. അതിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അവരെടുത്ത അതെല്ലാം വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു മനസ്സുള്ള മനുഷ്യനാണ്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്.
പിന്നെ ഒരുപാട് അമ്മയുടെ നല്ല നല്ല അനുഗ്രഹങ്ങളുള്ളതുകൊണ്ട് എപ്പം പോയാലും അമ്മയും ഈശോയെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. അമ്മയുടെ കൃപയാൽ ഞങ്ങൾ നടന്നു പോകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കറിയും. ഈശോയും അമ്മയും ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനു പേടിക്കുന്നു? ഇതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം. കമ്പനി ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിലുള്ള വർക്കുകൾ കിട്ടുന്നുണ്ട്. മോനാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. ഞാനതിനൊരു സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കമ്പനി എൻ്റെ പേരിലാണ്, പ്രൊപ്പറേറ്റർഷിപ്പാണ്, ഞാനാണ് കമ്പനി നടത്തുന്നത്. അങ്ങനെ ഹസ്ബൻഡ് ഉള്ളതുപോലുള്ള ഇതില്ലായെങ്കിലും ഒരുമാതിരിയൊക്കെ നടക്കുന്നു, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഓർഡറുകൾ എടുത്ത് അവർ തന്നെ ചെയ്യുന്നത് കൊണ്ടേ വളരെ ലാഭത്തിൽ വില കുറച്ച് അവർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും ഓർഡർ കിട്ടുന്നില്ല ഇപ്പം. അങ്ങനെയാണ്. എന്നാലും നടക്കുന്നു. 1-2 പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ തന്നെ 1-2 നടക്കുന്നുണ്ട്. അമ്മയും ഈശോയും ഒരുപാട് നല്ല കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട്. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് 2 മണി സമയമായി. ഞാൻ ഹാളിലോട്ട് വന്ന സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഞാൻ ശരിക്കും കണ്ടതാണ് ഈശോയും അമ്മയും. 2 പേരെയും ഒരു സെക്കൻഡ് ഞാൻ കണ്ടുവെങ്കിലും പിന്നീട് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അന്ന് രാത്രി കടന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഈ അമ്മയും ഈശോയെ ഇങ്ങനെ കാണാനിടയായത്. അങ്ങനെ ആലോചിച്ച് നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് 5 മണിയാകുമ്പോഴേ കുളിച്ച് 5:30 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക്, അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ഞാൻ. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ അമ്മയും ഈശോയ്ക്കും ആദ്യമായിട്ട് അവർക്ക് ആഹാരം, ഞാൻ കുടിക്കുന്ന വെള്ളമാണേലും ആഹാരമാണേലും ആദ്യമേ അമ്മയ്ക്കും ഈശോയ്ക്കും ഓരോ പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ വെക്കാറുണ്ട്. അത് കഴിഞ്ഞ ശേഷമേ ഞാൻ ആഹാരം പോലും കഴിക്കാറുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു പോകുന്നു. ഞാൻ നാട്ടിൽ വരുമ്പോഴും ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഈശോയുടെ അമ്മയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ ഈശോയെയും അമ്മയെയും കാണാറുണ്ട്. കൂടാതെ തിരുഹൃദയം മിക്കവാറും കാണാറുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, 60 പേരുണ്ട്. അതിനകത്ത് സഞ്ചാരി മാതാവ് എന്ന ഗ്രൂപ്പാണ്. അതിൽ അഡ്മിൻ പ്രസന്ന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എനിക്ക് അത്ഭുതങ്ങൾ കാണുമ്പം ഞാൻ എല്ലാം അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ പറഞ്ഞു, അമ്മയുടെ കൂടെ ഉണ്ട്, ഈശോയും അമ്മയും അമ്മയുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടും ഇത്രയും ഞാൻ നല്ല രീതിയിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നു. എല്ലാവരും വന്ന് ചോദിക്കും, ഇനി എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമെന്ന്. പക്ഷേ ഞാൻ പറയും, ഈശോയും അമ്മയും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് നടക്കുന്നതെന്ന്. പിന്നീട് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എൻ്റെ തലമുടി മുഴുവനും ഊരിപ്പോയി, മൊട്ടയായി. എല്ലാവരും കാണുന്നവരിക്കും, അയ്യോ ചേച്ചിയുടെ മുടി എങ്ങനെ പോയി, അല്ലെ അമ്മയുടെ മുടി എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ വയസ്സിലും 70 വയസ്സായി എനിക്ക്. ഈ വയസ്സിലും ഞാൻ ഇങ്ങനെ അമ്മയുടെ ആ ഉടമ്പടി തൈലം പുരട്ടിയാണ് എനിക്ക് ഇത്രയും മുടി വന്നത്. അറിയാമോ, ഒട്ടും മുടിയില്ലായിരുന്നു, ഞാൻ മൊട്ടയായിരുന്നതാണ്. എനിക്ക് അമ്മ തന്നതാണ് ഈ മുടി, രണ്ടാമത് തന്നതാണ് ഈ മുടി. അങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുമായിരുന്നു. പോയി പത്രം കൊടുക്കാൻ പോകും. ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്കുള്ള സഹായങ്ങളും ചെയ്യാറുണ്ട്. ചില ആൾക്കാരൊക്കെ എന്നെ കാണുമ്പം പറയും, അമ്മേ മേളിൽ എമർജൻസി വാർഡിൽ അവരെന്നെ കൊണ്ടുപോയിട്ട് പിന്നെ കാശ് രൂപ, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇതെല്ലാം ഞാൻ കൊടുക്കും. അവർക്ക് കൊടുത്ത് അവർ പറയും, പ്രാർത്ഥിക്കാൻ പറയും. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, സുഖപ്പെടുമെന്ന് അവർ പറയാറുണ്ട്. ചിലരൊക്കെ എനിക്ക് ഫോൺ ചെയ്തും പറയും, അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് സുഖപ്പെട്ടു എന്ന്. ഞാനല്ല, എൻ്റെ ഈശോയും അമ്മയാണ് അവരെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. പിന്നെ ഇവിടെ ആലപ്പുഴ പുന്നപ്ര എന്ന് പറഞ്ഞ ശാന്തിഭവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാ മാസവും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൈസ ഓൺലൈനായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്ട് വരുമ്പോൾ ഒരു ദിവസത്തെ അവിടുത്തെ ആഹാരത്തിനുള്ള പൈസ തലേ ദിവസമേ കൊണ്ടു കൊടുക്കും. അവരതെല്ലാം ആക്കിയിട്ട് ഞങ്ങളെ അറിയിക്കും. ഞാനും മകനും കുടുംബവും അവിടെ പോയിരുന്ന് അവർക്ക് വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ ആഹാരം കഴിക്കാറുള്ളത്. അങ്ങനെ ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കൂടാതെ ഓഫീസിൽ പോകുന്ന വഴിക്കും
രണ്ട് അബ്നോർമലായിട്ടുള്ള 2 ആൾക്കാരാണ്. അവർക്ക് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഞങ്ങളുടെ കൂടെ തന്നെ പൊതി കെട്ടി അവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ താമസിച്ചാൽ അവർ എന്താ താമസിച്ചത് എന്ന് ചോദിക്കാറുണ്ട് എന്നോട്. അങ്ങനെ അവർക്ക് കൊടുക്കും. പിന്നെ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക്, അനാഥ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, കിറ്റ്, ഇതെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം, പേപ്പർ, ഇതാണ് പത്രം കൊടുക്കാറുണ്ട്. പത്രം ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. ചില ആൾക്കാർ വാങ്ങിക്കാറില്ല, ചിലർ വാങ്ങിക്കും. പിന്നെ അവർ പറയും, ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഇതുകൊണ്ട് നടക്കാൻ നാണമില്ലേ, ഒരു ഹിന്ദുവായിട്ടും കൂടെ നിങ്ങളെന്തുവാ ഇതും കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയും, അപ്പോഴും പറയുന്നെന്തോ, അമ്മയോട് ഈശോയോടും, അമ്മയെ അവർ പറയുന്നതിന് അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ചില ആൾക്കാരൊക്കെ 1, 2, 3 ഒക്കെ പത്രം വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. ചിലർ വാങ്ങിക്കാറുമില്ല. പക്ഷേ അന്ന് അമ്മയെ സാക്ഷ്യപ്പെടുത്തിയാണല്ലോ നമ്മളീ കൊടുക്കുന്നതൊക്കെ. അങ്ങനെ പിന്നെ ഫിലിപ്പി 4:19 എന്നുള്ള തിരുവചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതുപോലെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയും ഈശോയും നടത്തി തരുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വലിയ സാക്ഷ്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ജപമാല, അഖണ്ഡ ജപമാല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. 3 മണി മുതൽ 11 മണി വരെ ഗ്രൂപ്പിൽ ഉണ്ട്. 11 മണിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലിയാണ് അവസാനിപ്പിക്കുന്നത്. ദിവസവും ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രസന്ന എന്ന് പറഞ്ഞൊരു ആളാണ് ഇതിൻ്റെ അഡ്മിനായിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇനിയും മുമ്പോട്ട് പോകാൻ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ആയുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് മാത്രമല്ല, അച്ഛനുമായിട്ട് ഇടപെടുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അമ്മയും ഈശോയും കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും ഞാൻ 3 മാസം കഴിയുമ്പം വരും. അപ്പോഴും എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ ചെയ്തു തരാനുണ്ട്. അതൊക്കെ പെൻഡിങ്ങിലാണ്. ചെയ്തു കഴിഞ്ഞ് ഇതെല്ലാം വന്ന് ഞാൻ വലിയ സാക്ഷ്യം പറയുന്നതായിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ആമേൻ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവു കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ആനന്ദവല്ലി നായർ എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം. ഈശോയെ ഇവരെന്തുമാത്രം സ്നേഹിക്കുന്നു, ഈശോ ഇവരെ എന്തുമാത്രം സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മ എന്തുമാത്രം ഇവരെ കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസ ദാർഢ്യവുമുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ സങ്കടങ്ങളിൽ, തകർച്ചകളിൽ, ഒറ്റപ്പെടുത്തലിലെല്ലാം അമ്മ എങ്ങനെയാണ് ഇവരോട് ഒപ്പം നിന്ന് സഞ്ചാരി മാതാവ് ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് ഇവരെ സമയാസമയങ്ങളിൽ കൈപിടിച്ച് നടത്തിയത് എന്നുള്ളതിൻ്റെ വലിയ ഏറ്റുപറച്ചിലായിരുന്നു. താനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ജീവിത പങ്കാളിയുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. തിരിച്ചുപോയി അല്പ നാളുകൾക്ക് ശേഷം ഹസ്ബൻഡ് ഇവരിൽ നിന്ന് മരണപ്പെട്ടു പോയി. പക്ഷെ ആ ബിസിനസ് കംപ്ലീറ്റ് തകർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ഇവരെ കൈപിടിച്ച് നടത്തിയ ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ബെസ്റ്റ് ബിസിനസ് മാൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഇവരുടെ ഹസ്ബൻഡ്. പക്ഷേ ആ ഒരു തകർച്ച, ആ ഒരു വലിയ ഉയരത്തിൽ നിന്ന് ഇവർ താഴ്ചയിലേക്ക് വീണപ്പോൾ ഈശോ എങ്ങനെയാണ് ഈ നായർ കുടുംബത്തെ കൈപിടിച്ച് ഉയർത്തിയതെന്നാണ് ഈ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. കോവിഡ് കാലത്ത് കമ്പനികളെല്ലാം ഒരുപാട് അടച്ചു, വലിയ ബിഗ് ലോസ് ഇവർക്കുണ്ടായി, സാമ്പത്തിക നഷ്ടമുണ്ടായി. പക്ഷെ അതിൽ നിന്ന് പച്ച പിടിച്ച് അത് ഹസ്ബൻഡ് നഷ്ടപ്പെട്ടപ്പോൾ പലരും പൈസ കൊടുക്കാനുണ്ടായിരുന്നവരെല്ലാം തിരിച്ചു നൽകാതെയായി. ഇവരെ കാണുമ്പോൾ അവർ കഥ കടയ്ക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, അവരെ അറിയാത്തതുപോലെ പെരുമാറാൻ തുടങ്ങി. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് ഈ അമ്മ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ ചെന്നപ്പോൾ അവർ ചെക്കുകൾ എഴുതി കൊടുക്കാൻ തുടങ്ങി.
അവർക്ക് പൈസകൾ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അവർ ഉടമ്പടിയിൽ മെച്ചപ്പെടാൻ തുടങ്ങിയതോടെ, ഉടമ്പടി പ്രാർത്ഥനകൾ, ഉടമ്പടി പ്രഖ്യാപനങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങിയതോടെ അവരുടെ ബിസിനസ് വീണ്ടും വീണ്ടും ഉയർന്ന് അവർ പഴയ രീതിയിലേക്ക് എത്തിത്തുടങ്ങി. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ, നമ്മുടെ യോഗ്യതയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ, നമ്മുടെ യോഗ്യത 0 ആകുമ്പോഴാണ് ഈശോയുടെ കൃപ നമ്മിൽ വർഷിക്കുന്നത്, ഈശോയുടെ കൃപ വർക്ക് ചെയ്യുന്നത് എന്നാണ് ആനന്ദവല്ലി ഇവിടെ ഏറ്റുപറയുന്നത്. ഈശോയും മാതാവും അവർക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു ജീവിതാനുഭവം, അതുപോലെ ഒരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ്, ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ഇന്ന് ആനന്ദവല്ലി അനുഭവിക്കുകയാണ്. എപ്പോഴെല്ലാം താൻ ഭക്ഷണം കഴിക്കുന്നുവോ, എപ്പോഴെല്ലാം താൻ ഒരു കപ്പ് കാപ്പി കുടിക്കുന്നുവോ, അപ്പോഴെല്ലാം ഈശോയ്ക്കും മാതാവിനും വേണ്ടി വിളമ്പി വെച്ചതിന് ശേഷമാണ് 3 പേർ കൂടിയാണ് ഇന്ന് ആഹാരം കഴിക്കുന്നത്. അതാണ് അച്ഛൻ പറയുന്ന ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ എന്തുമാത്രം ഭക്ഷണം കഴിക്കണം, ഞാൻ എന്തുമാത്രം ആർക്ക് എന്തെല്ലാം കൊടുക്കണം, ഞാൻ ആർക്ക് പത്രം കൊടുക്കണം, ഞാൻ ആർക്ക് ചാരിറ്റി ചെയ്യണം എന്നെല്ലാം ഈശോയോടുള്ള വളരെ വലിയ കൺസെൻറ്റോടു കൂടിയാണ് ഇന്ന് ആനന്ദവല്ലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടിയുടെ ബന്ധം എത്രമാത്രം ആത്മീയമാണ്, എത്രമാത്രം ഭൗതികമാണ് എന്നെല്ലാം ഈ ആനന്ദവല്ലി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചാരി മാതാവ് എന്ന ഗ്രൂപ്പിൽ വളരെ കൃത്യമായി, വളരെ സജീവമായി അവരുടെ പ്രാർത്ഥനകളെല്ലാം അവസാനിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇവരെന്തെല്ലാം പ്രാർത്ഥിച്ചുവോ അതെല്ലാം മറ്റുള്ളവർക്ക് ലഭിച്ചതിൻ്റെ വലിയ, തനിക്ക് തന്നെ കിട്ടിയതിൻ്റെ 70ാമത്തെ വയസ്സിൽ ഹസ്ബൻഡും നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം മുടിയും കൊഴിഞ്ഞുപോയ, ഡിപ്രഷനിൽ, ടെൻഷനിൽ എല്ലാം ഇവർക്ക് മുടി പോലും കൊഴിഞ്ഞുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, പരിശുദ്ധ അമ്മയുടെ തൈലം പൂശിക്കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും നീളമുള്ള മുടി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു ജീവിതാവസ്ഥയിൽ ആർക്കെല്ലാം അവർ ഈശോയെ കൊടുത്തുവോ അതെല്ലാം ഈശോ ആനുപാതികമായി അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇന്ന് അവർ കൊടുക്കുന്നത് എന്തെല്ലാമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. സങ്കടപ്പെടുന്നവരെ എല്ലാം കണ്ട് അറിഞ്ഞ് ഒരു കുടുംബത്തെ അമ്മ അത് പറയാൻ വിട്ടുപോയതാണ്. അവരുടെ ഒരു മീനിയൽ സ്റ്റാഫ് വളരെ സങ്കടത്തോടുകൂടി പാവപ്പെട്ട ഒരു കുടുംബത്തിനെ 1 മാസത്തേക്കുള്ള ചെലവും 1 മാസത്തേക്കുള്ള ഗ്രോസറി ഐറ്റംസും ഈ അമ്മ ഇന്ന് അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതി കൂടി അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈശോയുടെ പദ്ധതികളെല്ലാം ഏറ്റെടുത്ത് ഈശോയ്ക്ക് വേണ്ടി വലിയ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ കുടുംബത്തിനെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.